ഹായ്, എല്ലാവർക്കും നമസ്കാരം. ടെറിട്ടോറിയൽ ആർമി റിക്രൂട്ട്മെന്റ് നവംബർ 2024 ഈ മാസം നവംബർ 6-ാം തീയതി ബെൽഗാവിൽ വെച്ച്, അതുപോലെ 9-10 തീയതികളായിട്ട് കോയമ്പത്തൂർ വെച്ചാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ടെറിട്ടോറിയൽ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഓപ്പൺ റാലി നടന്നിട്ടുള്ളത്. ഏകദേശം 30,000-ൽ മേലെ ഉദ്യോഗാർത്ഥികളാണ് ഈ രണ്ട് ഇടങ്ങളിലായിട്ട്, അതായത് കോയമ്പത്തൂരും ബെൽഗാം കർണാടകയിൽ വെച്ചിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ റേഷ്യോ എന്നുള്ളതിന്റെ, നിങ്ങൾ പങ്കെടുത്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും, വളരെ ചെറിയ റേഷ്യോയിൽ മാത്രമേ ഫിസിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റിൽ ക്ലിയർ ചെയ്തിട്ട് ഉദ്യോഗാർത്ഥികൾ യോഗ്യത നേടിയിട്ടുള്ളൂ. കാരണം വേക്കൻസി 174 വേക്കൻസിയാണ് ഇപ്പൊ കോയമ്പത്തൂർ വെച്ച് നടന്നതിൽ GD-ക്കുള്ളതും, അതുപോലെ തന്നെ 50 വേക്കൻസി ക്ലർക്ക് പ്ലസ് ട്രേഡ്സ്മാൻ, ഈ രണ്ട് കാറ്റഗറിയിലായിട്ട് 50 വേക്കൻസി, 174 പ്ലസ് 50, ഇത്രയും വേക്കൻസി മാത്രമാണ് ഇത്തവണ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ടെറിട്ടോറിയൽ ആർമിയിലേക്ക് കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഏറ്റവും നല്ലൊരു ചാൻസ് എന്നുള്ളത് ഇത്തവണ ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റും ക്ലിയർ ആയ ഉദ്യോഗാർത്ഥികൾ റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതായത് ഒരു 90% നമുക്ക് ഹോപ്പ് കൊടുക്കാം അവർ സെലക്ഷൻ ആകും എന്നുള്ളത്. പക്ഷേ ഇത്തവണ നമ്മൾ കണ്ടൊരു കാര്യം എന്നുള്ളത് 5:45 സെക്കൻഡാണ് നമ്മൾ അണ്ടർ 30 വരെയുള്ളവർക്ക് 18 to 30 വയസ്സുള്ള കുട്ടികൾ കൊടുത്തിട്ടുണ്ടായത്. പക്ഷെ 5:30 ശേഷം എത്തി, അതായത് എൻ്റർ ചെയ്ത കുട്ടികളൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 100 പേരെ ഓടിച്ചതിൽ കോയമ്പത്തൂർ 100 പേരായിരുന്നു ഓടിച്ചത്, അതിൽ 2, 3 അല്ലെങ്കിൽ 4 പേരാണ് മുന്നിലെത്തുന്ന കുട്ടികളെ അവർ സെലക്ഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത്രമാത്രം ഫിസിക്കൽ ടെസ്റ്റിന് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം. അപ്കമിങ്, അതായത് അടുത്ത നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ എക്സാം ക്ലിയർ ചെയ്ത ഒരുപാട് കുട്ടികൾ ഇത്തവണ ഇതിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു പാഠം എന്നുള്ളതാണ് ഈ ഇന്ത്യൻ ആർമിയുടെ ടെറിട്ടോറിയൽ ആർമി റിക്രൂട്ട്മെന്റ് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിസിക്കൽ പ്ലസ് മെഡിക്കൽ പാസ്സായ ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴേ റിട്ടേൺ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. കാരണം ഡേറ്റ് ഇതുവരെ ക്ലിയർ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ജനുവരി, ഫെബ്രുവരി ഇതിന് ഉള്ളിലായിട്ടാണ് ഇവർക്ക് എക്സാം നടക്കാൻ പോവുക എന്നുള്ളതാണ് കിട്ടിയ വിവരം. അതുകൊണ്ട് ഓരോ കുട്ടികളും യോഗ്യത നേടിയ, അതുപോലെ റീമെഡിക്കലും പലരും പോയിട്ടുണ്ട്. 5 ദിവസങ്ങൾ ആണ് അവർക്ക് ഊട്ടി വെല്ലിംഗ്ടണിലാണ്, മിലിറ്ററി ഹോസ്പിറ്റൽ വെല്ലിംഗ്ടണിൽ വെച്ചാണ് അവർക്ക് റീമെഡിക്കലിന് കൊടുത്തിട്ടുള്ളത്. അതിൽ ക്ലിയർ ആകുന്ന കുട്ടികളും എത്രയും പെട്ടെന്ന് തന്നെ റിട്ടേൺ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടെ ഇതിനോടൊപ്പം തരുന്നു. താങ്ക് യു.